എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ് ഗണിതത്തിലെ ആദ്യത്തെ പാഠമായ വരകളും വട്ടങ്ങളും. ഇതിലെന്താ പഠിക്കുന്നത്? നമ്മൊന്ന് വട്ടക്കണക്ക്. എന്താണ് വട്ടക്കണക്ക്? വട്ടം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ നെറ്റിലിടുന്ന പൊട്ട്, പിന്നെയോ പൂക്കളം, പ്ലേറ്റ്, ഇതെല്ലാം എന്തിലാണ്? വട്ടത്തിലാണ് അല്ലേ? വട്ടത്തിന്റെ ആകൃതിയിലാണ് ഉള്ളത്. അപ്പൊ എന്താണ് വട്ടം? അതാണ് നമ്മൾ എങ്ങനെയാണ് വട്ടം വരക്കല്, എന്താണ് വട്ടം, അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് വൃത്തം. എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് വൃത്തം, അല്ലെങ്കിൽ എന്ത് പറയുക? വട്ടം. വൃത്തം അല്ലെങ്കിൽ വട്ടം. ഈ വൃത്തം എന്ന് പറഞ്ഞത് എങ്ങനെയാ? കണക്ക് ഭാഷയിലെ പേരാണ് കേട്ടാ. വട്ടത്തിന്റെ കണക്ക് ഭാഷയിലെ പേരാണ് വൃത്തം. നമ്മൾ ഇനി കണക്കിൽ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതെല്ലാം വൃത്തമാണ്, അല്ലാതെ വട്ടമല്ല. മനസ്സിലായില്ലേ? നമ്മൾ പൊതുവെ പറയുന്നത് വട്ടം വട്ടാണ്, പക്ഷെ കണക്കിൽ പറയുന്ന പേരെന്താണ്? വൃത്തം. അതിന്റെ ഇംഗ്ലീഷ് നെയിം ആണ് എന്തെന്ന്? സർക്കിൾ. ഇംഗ്ലീഷിൽ എന്താ പറയുക? സർക്കിൾ. വൃത്തത്തിന് അല്ലെങ്കിൽ വട്ടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സർക്കിൾ. ഇനി നോക്കിയേ, ഇവിടെ ഒരു വൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഒരു വൃത്തം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് കേന്ദ്രം. കണ്ടോ? ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യല്? വൃത്തം വരക്കാൻ തുടങ്ങാറ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വരക്കും. കോമ്പസ് ഉപയോഗിച്ച് വരക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കും. ഇപ്പൊ ഈ വൃത്തം വരക്കാൻ തുടങ്ങുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്? ഇങ്ങനെ വൃത്തം വരക്കുന്നത്. ഇനി നോക്കിയേ, ഈ വൃത്തത്തിൽ കാണുന്ന ഈ നടുവിലുള്ള പോയിന്റിനെ പറയുന്ന പേരില്ലെങ്കിൽ ഈ എന്തെന്ന് ബിന്ദുവിനെ പറയുന്ന പേരാണ് വൃത്തകേന്ദ്രം. എന്താ പറയല്? വൃത്തകേന്ദ്രം. അതിന്റെ ഇംഗ്ലീഷ് നെയിം ആണ് സെന്റർ ഓഫ് ദ സർക്കിൾ. എന്താണ്? സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ വൃത്തത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയല്? വൃത്തകേന്ദ്രം. അതിന്റെ ഇംഗ്ലീഷ് നെയിം ആണ് സെന്റർ ഓഫ് ദ സർക്കിൾ. ഇനി നോക്കിയേ, ഇവിടേക്കുള്ള ദൂരം കണ്ടോ? ഇവിടെ ഈ ബിന്ദുവിൽ നിന്ന് ഇവിടെ ഒരു ബിന്ദുവുണ്ട്. ഈ ബിന്ദുവിന്റെ ഒരേ പാതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന്, ആ ബിന്ദു ഇതാണ്, ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരേ അകലാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരേ അകലാണ്. എവിടെ നോക്കിയാൽ എന്താണ്? തുല്യ അകലമാണ്. ഇതിലൊന്നും എന്തില്ല? മാറ്റമില്ല. അപ്പൊ ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാത കണ്ടോ? ഇതെല്ലാം എന്താണ്? വേറൊരു ബിന്ദുവാണ്. ഈ ഇങ്ങനെ ബിന്ദുവിൽ സഞ്ചരിക്കുന്ന പാത, ഈ പാതയാണ് നമ്മൾ എന്ത് പറയല്? വൃത്തം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ബിന്ദുവിൽ തുടങ്ങി വേറൊരു ബിന്ദുവിന്റെ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന പാതയെയാണ് നമ്മൾ എന്ത് പറയല്? വൃത്തം. ഇനി നോക്കിയേ, ഈ ലൈനിലെ വീടിന് ഇങ്ങോട്ട് കാണിക്കുന്ന ഈ അകലമില്ലേ, ഈ വരയിലെ പറയുന്ന പേരാണ് എന്തെന്ന്? ആരം. എന്തെന്ന്? ആരം. ഈ ആരത്തിന്റെ ഇംഗ്ലീഷ് നെയിമാണ് റേഡിയസ്. ഇനി വേണമെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട. ഈ ആരത്തിനെ തന്നെയാണ് എന്ത് പറയല്? റേഡിയസ് എന്ന് പറയുന്നത്. വൃത്തത്തിനെ ഇംഗ്ലീഷിൽ പറയല് സർക്കിളിന്, ആരത്തിന് ഇംഗ്ലീഷിൽ പറയല് എന്താ? റേഡിയസ്. അതുപോലെ തന്നെ ബിന്ദു, മധ്യബിന്ദു അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രം, ഇതിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ദ സർക്കിൾ. മനസ്സിലായില്ലേ? ഇനി ഈ വൃത്തം വരക്കാൻ വേണ്ടി പണ്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നൂലും ചോക്കലും ഉപയോഗിച്ചിട്ടാണ് സെന്റർ, വൃത്തത്തിനൊരു സെന്റർ സ്കെയില് വെച്ച് അളന്ന് സെന്റർ കണ്ടുപിടിച്ചിട്ട് നൂല് ഉപയോഗിച്ചിട്ടെല്ലാം പണ്ട് വൃത്തം വരക്കല് അല്ലേ? ഇല്ലെങ്കിൽ പൊതുവെ പ്ലേറ്റ് വെച്ച് വരക്കും, ഇല്ലെങ്കിലോ വേറെന്താ നാണയം വെച്ച് വരക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യല്? സാധാരണ ഒരു വൃത്തം വരക്കല്. നമ്മൾ ഇനി കണക്കിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അതിനായിട്ടൊരു ഉപകരണമുണ്ട്. അതിന്റെ പേരാണ് കോമ്പസ്. കണ്ടോ? ഇതിന്റെ പേരാണ് കോമ്പസ്. ഇനി ഈ കോമ്പസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു വൃത്തം വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാ വരക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഈ പെൻസില് ഒന്നും കൂടി ഞാൻ അയച്ച് കാണിച്ചു തരാം. ഇതാണ് കോമ്പസ്. കണ്ടോ? ഈ കോമ്പസിന് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. കണ്ടോ? ഈ ഹോളിലൂടെ ഈ പെൻസിൽ കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ അളവ് കറക്റ്റ് ചെയ്യണം. കണ്ടോ? ഇത് ഈ കോമ്പസിൻ്റെ സൂചിയും ഈ പെൻസിലിൻ്റെ മുനയും ഒരേ അളവിലയക്കണം, അല്ലെങ്കിൽ ഒരേ ഇതയക്കണം. ഇങ്ങനെ ഏറ്റക്കുറിച്ചിൽ വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പം അറിയാം എൻ്റെ പെൻസിലിൻ്റെ മുന ശരിയാണോ ഇല്ലയോ എന്ന് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ സ്കെയിലെടുത്ത് എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്റർ, ഞാൻ ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞേ, 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇത്
ഈ പെൻസിലും പിന്നെ കോമ്പസും സെറ്റാക്കി വെക്കുക. കണ്ടോ, ഒരു സൂചി പിന്നെ 4 കുത്തോ, മറ്റു സൂചി 0 അങ്ങനെ പിന്നെ എന്ത് ചെയ്യുക, ഈ പെൻസിൽ സെറ്റാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു പേപ്പറിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനെ കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരക്കുക. കണ്ടോ, ഇത് തെറ്റാൻ പാടില്ല. ഈ നമ്മൾ കുത്തിയ പോയിന്റിൽ നിന്ന് കോമ്പസിൻ്റെ സൂചി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇളകാൻ പാടില്ല. ഇളകിയാൽ നമ്മളെ വൃത്തം തെറ്റിപ്പോവും. കണ്ടോ, ഇപ്പോൾ ഒരു വൃത്തം കിട്ടിയില്ലേ? ഇനി നോക്കിയേ, നാം എവിടെയാണ് കുത്തിയത്, അതാണ് ഇതിൻ്റെ സെൻറ്റർ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മധ്യബിന്ദു. ഇനി എന്ത് ചെയ്യണം, ഈ സെൻറ്ററിൽ നിന്ന് ഈ നമ്മൾ വൃത്തം വരച്ച ആ പാതയില്ലേ, ആ പാതയിലേക്ക് ഒരു വര വരക്കുക. കണ്ടോ, ഇത് മറ്റൊരു ബിന്ദുവാണ്. ഇത് ഈ വൃത്തത്തിൻ്റെ മധ്യബിന്ദുവാണ്. ഇവിടെ ഉള്ളത് വേറൊരു ബിന്ദുവാണ്. ഈ ബിന്ദുവിൽ കുത്തിയിട്ടാണ് ഈ ബിന്ദുവിലൂടെ ഇതിങ്ങനെ പാസ് ചെയ്യുന്നത്. കണ്ടതാ, ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഇനി ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പാതയിലേക്കുള്ള അകലമാണെന്തെന്ന്, ആരം. മനസ്സിലായില്ലേ, അകലമാണ് ആരം. ഇനി ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ കണ്ടോ, ഈ സെൻറ്ററിനെ പറയുന്ന പേരാണെന്തെന്ന്, വൃത്തകേന്ദ്രം. എന്താ, വൃത്തകേന്ദ്രം. മനസ്സിലായില്ലേ, ഈ സെൻറ്ററിനെ പറയുന്ന പേരാണ് വൃത്തകേന്ദ്രം. ഇതിനെ പറയുന്ന പേരാണ് ആരം. ഈ ആരം വൃത്തത്തിൻ്റെ എല്ലാം എന്തായിരിക്കും, എവിടെ നിന്ന് വരച്ചാലും അത് തുല്യമായിരിക്കും. ഇങ്ങോട്ടായാലും 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 ഇതെല്ലാം ഇതിൻ്റെ അളവെല്ലാം എത്ര തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതൊരിക്കലും ചേഞ്ച് വരില്ല. ഇനി നമുക്കെന്ത് ചെയ്യാം, വേറൊരു വൃത്തം വരച്ച് നോക്കാം. നോക്കിക്കോ, ഇവിടെ ഞാൻ ഒരു വര വരച്ചു. എത്ര, 4 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ അളവിലുള്ളൊരു വര വരച്ചു. കണ്ടോ, ഇതെത്രയാണ്, 4 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. ഞാനിവിടെ 2 പോയിൻ്റ് എഴുതുക. ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി, എൻഡിങ്ങിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. കണ്ടോ, ഇനി ഈ ഫസ്റ്റത്തെ പോയിന്റിൽ കുത്തിയിട്ട് ആദ്യം ഒരു വൃത്തം ഞാൻ വരക്കുന്നുണ്ട്. കണ്ടോ, എത്രയാണ് പിന്നെ അകലത്തിൽ, 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു വൃത്തം വരച്ചു. കണ്ടോ, ഇപ്പോൾ ഒരു വൃത്തം കിട്ടിയില്ലേ? ഇനി ഇതിൻ്റെ എൻഡിങ്ങിൽ കുത്തിയതാ, ശ്രദ്ധിച്ചോ. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, വൃത്തത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് എൻഡിങ്. നോക്കിക്കോ, ഇവിടെ കുത്തി ഇനി പതുക്കെ ഇങ്ങനെ വരക്കുക. കണ്ടോ, നമ്മൾ എൻഡിങ്ങിൽ കുത്തിയാലും ആ വൃത്തം ഏതിലൂടെയാണ് പാസ് ചെയ്യൽ, അതിൻ്റെ മധ്യബിന്ദുവിലെ കൂടെ തന്നെയാണ് പാസ് ചെയ്യൽ. കണ്ടോ, നമ്മൾ ഇവിടെ കുത്തിയാലും ഇതിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യൽ, ഈ വൃത്തത്തിൻ്റെ പാത പാസ് ചെയ്യൽ. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, ഇതെത്രയായിരിക്കും, 4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടുന്ന് ഇവിടത്തേക്കായാലും എത്ര തന്നെയാണ്, കണ്ടോ, 4 സെൻറ്റിമീറ്റർ തുല്യ അകലായിരിക്കും. കണ്ടോ, ഇവിടുന്ന് ഇവിടേക്കായാലും 4 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടേക്കായാലും എത്ര തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ. അറിയാലോ, ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന്, ആരം അല്ലേ, ആരം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് ആരം. ഇംഗ്ലീഷിൽ എന്താ പറയുക, റേഡിയസ് അല്ലേ. അതുപോലെ ഇതിനെ പറയുന്ന പേരെന്താ, ഈ വൃത്തത്തിൻ്റെ മധ്യബിന്ദുവാണ് ഇത്. കണ്ടോ, ഈ വൃത്തത്തിൻ്റെ മധ്യബിന്ദു അല്ലെങ്കിൽ വൃത്ത കേന്ദ്രം. കണ്ടോ, ഇനി ഈ വൃത്തത്തിൻ്റെ വൃത്തകേന്ദ്രം ഏതായിരിക്കും, ഇതായിരിക്കും. കണ്ടില്ലേ, ഈ വൃത്തത്തിൻ്റെ വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് ഈ ബിന്ദു. അപ്പോൾ ഇവിടെ എത്ര വൃത്തകേന്ദ്രമുണ്ട് അല്ലേ, 2 വൃത്തത്തിന് 2 കേന്ദ്രങ്ങളുണ്ട് അല്ലേ. ഈ വൃത്തത്തിന് ഇതാണ് കേന്ദ്രം, ഈ വൃത്തത്തിന് ഇതാണ് കേന്ദ്രം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കൊരു വര വരക്കാം, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കൊരു വര വരക്കാം. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കൊരു വര വരക്കാം, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കും ഒരു വര വരക്കാം. കണ്ടോ, ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. കളറെല്ലാം ഉപയോഗിച്ച് വൃത്തിക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡ് നൽകിയിട്ട് ഇത് കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഭംഗിയാക്കാം. അപ്പോൾ പൂക്കളെല്ലാം വരക്കുന്നവർക്ക് ഇത് നല്ലോണം ഉപകാരപ്പെടും. മനസ്സിലായില്ലേ?
ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വൃത്തങ്ങൾ ചേർത്ത് വരയ്ക്കാൻ പറ്റും. ഒന്നും കൂടെ പറയാം. ഇവിടുന്ന് ഇവിടേക്ക് പറയുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും പാതയിലേക്ക് അടയാളപ്പെടുത്തുന്ന അകലത്തിനെ പറയുന്ന പേരാണ് നിന്ന് ആരം അല്ലെങ്കിൽ റേഡിയസ്. അതുപോലെ തന്നെ ഈ വൃത്തത്തിൻ്റെ മധ്യബിന്ദുവിനെ പറയുന്ന പേരാണ് വൃത്ത കേന്ദ്രം. മനസ്സിലായില്ലേ? വൃത്ത കേന്ദ്രം. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ നമ്മൾ സാധാരണ പറയുന്ന പേരാണ് നിന്ന് വട്ടം അല്ലേ? വട്ടത്തിൻ്റെ കണക്ക് ഭാഷയിലെ പേരാണ് വൃത്തം. മനസ്സിലായില്ലേ? അപ്പോൾ കോമ്പസും പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വൃത്തം വരയ്ക്കുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ പാഠം ഇവിടെ തീർന്നിരിക്കുന്നു. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഇപ്പോൾ കഴിഞ്ഞു. ആദ്യം നമ്മൾ എന്താ എടുത്തത്? സ്കെയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ വട്ടത്തിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട്. വട്ടം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ചതുരവും സമാന്തരികവും ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇപ്പോഴിതാ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും വൃത്തത്തിനെ കുറിച്ച് നന്നായി ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.